നമസ്തേ, സുപ്രഭാതം. എല്ലാവർക്കും നല്ലൊരു പീസ്ഫുൾ ഡേ ആകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താണെന്ന് നോക്കാം. ഇഫ് വി ഫോക്കസ് ഓൺ ഹേർട്ട്, വി വിൽ കണ്ടിന്യൂ ടു സഫർ. ഇഫ് വി ഫോക്കസ് ഓൺ ലെസൺസ്, വി വിൽ കണ്ടിന്യൂ ടു ഗ്രോ. ലെസൺസ് ഇൻ ലൈഫ് വിൽ ബി റിപ്പീറ്റഡ് അൻറ്റിൽ ദേ ആർ ലേൺഡ്. എത്ര സിമ്പിളാണ്. നമ്മൾ ഒരു മുറിവ്, സിമ്പിൾ ഒരു മുറിവ്, ആ മുറിവിനെ കുത്തി 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 ഇരുന്ന് കഴിഞ്ഞാൽ അത് വ്രണമായി മാറും അല്ലേ? അത് ഒത്തിരി മുറിയും, അതിലൂടെ ബ്ലഡൊക്കെ വരും. പക്ഷേ അത് ആ ഒരു മുറിവിനെ അത് എങ്ങനെ മുറിഞ്ഞു, എന്തുകൊണ്ടാണ് മുറിഞ്ഞത്, ഇനി അത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്താണ് ആ മുറിവിനെ മാറ്റുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും. അതിൽ കൂടുതൽ കെയർ ചെയ്യാതിരിക്കുമ്പോൾ അത് താനേ അങ്ങ് ഉണങ്ങി പൊളിയും ചെയ്യും. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണല്ലേ. എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് 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 നിന്നുകൊണ്ട് അതിനെ ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ അതിനൊരു വലിയ പനിയാക്കി മാറ്റുന്ന രീതിയിലാക്കും നമ്മളെ ഓരോ വ്യക്തികളും. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും എടുത്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പുതിയൊരു പാഠം അതിൽ നിന്ന് കിട്ടും. ഒരു ലെസൺ, പുതിയൊരു ലെസൺ കിട്ടും, പുതിയൊരു രീതി കിട്ടും. ചിന്താഗതികളെ മാറ്റാൻ നമ്മൾക്ക് പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പീസ്ഫുൾ ഡേ ആയിട്ട് ദിവസവും കഴിയണോ, അത് ഹൊറിബിൾ ഡേ ആക്കണോ എൻ്റെ ലൈഫിനെ എന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ജസ്റ്റ് എൻജോയ് വാട്ട് എവർ യു വിഷ്. പക്ഷേ ഹാപ്പി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, നിങ്ങളുടെ ലൈഫാണ്. സോ be careful with your life. Handle with care and be happy always. Thank you. Bye-bye. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക. താങ്ക് യു.